Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമുകളിൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ബ്ലർബ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഒരു ബ്ലർബ് എന്നുള്ളതും എങ്ങനെയാണ് നാം ഒരു ബ്ലർബ് തയ്യാറാക്കുക എന്നുള്ളതും ഒരു ബ്ലർബ് നാം തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവസാനമായിട്ട് മാച്ച് ബോക്സ് എന്ന കഥയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബ്ലർബുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ഒരു ബ്ലർബ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, നാം ഒരു പുസ്തകം വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് ധാരാളം പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യോജിക്കുന്ന ഒരു പുസ്തകം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാം ഓരോ പുസ്തകങ്ങൾ എടുക്കുകയും അതിനുശേഷം ആദ്യം തന്നെ നോക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമായിരിക്കും, ഫ്രണ്ട് കവറായിരിക്കും. അവിടെ വളരെ കുറഞ്ഞ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും. ആ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, ദെൻ ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള റൈറ്ററുടെ പേര് തുടങ്ങി വളരെ കുറഞ്ഞ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ഈ ഒരു പുസ്തകത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒന്നുകൂടി കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് നാം നോക്കുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് കവറായിരിക്കും, അതായത് പുറംചട്ടയായിരിക്കും. ഈ ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഒന്നുകൂടി കൂടുതൽ ഡീറ്റെയിൽസ്, ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് കവറിലായിരിക്കും. ഈ ഒരു ബാക്ക് കവറിലുള്ള കാര്യങ്ങൾ, ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ ഒരു ബാക്ക് കവറിലുള്ള പുറംചട്ടയിലുള്ള ഈ ഒരു കാര്യങ്ങളെയാണ് നാം ബ്ലർബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു പുസ്തകം നമുക്ക് യോജിക്കുന്നതാണോ എന്ന് നാം മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, എഴുത്തുകാരൻ്റെ പേര്, ദെൻ ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, ദെൻ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ പേര്, ദെൻ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രൈസ് തുടങ്ങിയ വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ, അതായത് പുറംചട്ടയിലുണ്ടായിരിക്കും. ഓരോ പുസ്തകത്തിൻ്റെയും പുറംചട്ടയിലുള്ള ഈ ഒരു കാര്യങ്ങളെയാണ് നാം ബ്ലർബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്ലർബിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ്, വാട്ട്സ് എ ബ്ലർബ്? എ ബ്ലർബ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുള്ള ആ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണത്തെയാണ് നാം ബ്ലർബ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക് ഡിസൈൻഡ് ഫോർ മാർക്കറ്റിംഗ്. വിപണനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ ഒരു പുസ്തകത്തിൻ്റെ ചെറിയ ഒരു സമ്മറിയാണ്, അതായത് ചെറിയൊരു ചുരുക്ക രൂപമാണ് ബ്ലർബ്. ഇറ്റ് ഹാസ് നോ യൂണിഫോം പാറ്റേൺ. ഇതിന് ഒരു ഏകീകൃത മാതൃകയില്ല, അതായത് ഇതിനൊരു ഫോർമാറ്റില്ല. ഏത് രൂപത്തിൽ നമുക്ക് ബ്ലർബ് തയ്യാറാക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള ഏതാനും ചില പുസ്തകങ്ങളുടെ ബ്ലർബുകൾ നമുക്ക് പരിചയപ്പെടാം. ഈ ഓരോ ബ്ലർബുകളും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവയ്ക്കൊന്നും ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ഫോർമാറ്റില്ല, അതായത് വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ ബ്ലർബുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഏത് രൂപത്തിലും നമുക്ക് നമ്മുടെ ബ്ലർബ് തയ്യാറാക്കാം. ഇനി ഒരു ബ്ലർബ് തയ്യാറാക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നല്ലൊരു ബ്ലർബിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഓപ്പൺസ് വിത്ത് ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ്. ആകർഷണീയമായ വിവരണത്തോടെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അതായത് വായനക്കാരനെ ആകർഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഒരു ബ്ലർബ് ഉണ്ടായിരിക്കുക. ഇറ്റ് ഏർജസ് ദ റീഡേഴ്സ് ടു ബൈ ആൻഡ് റീഡ് ദ ബുക്ക്. ഇത് വായനക്കാരനെ ആ ഒരു പുസ്തകം വാങ്ങിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഒരു പുസ്തകം വായിക്കാനും പ്രേരിപ്പിക്കുന്നതായിരിക്കും. ആക്ച്വലി ഇറ്റ്സ് എ മാർക്കറ്റിംഗ് ടൂൾ, ഒരു ടെക്നിക്. ഈ ഒരു പുസ്തകത്തെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഒരു ബ്ലർബ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻ സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ് വെയർ ദ സ്റ്റോറി ബിഗിൻസ്, വാട്ട് ദ സർക്കംസ്റ്റാൻസസ് ആർ, ഇറ്റ് സോഷ്യോ കൾച്ചറൽ റിലവൻസ്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലായിരിക്കും ഒരു ബ്ലർബ് ഉണ്ടായിരിക്കുക. അതായത് ഏതൊരു വായനക്കാരനും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ഒരു ബ്ലർബ് ഉണ്ടായിരിക്കുക. ഈ ഒരു പുസ്തകത്തിലൂടെ വിവരിക്കുന്ന കഥ എവിടെ തുടങ്ങുന്നു, ഈ ഒരു കഥയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ദെൻ അതിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളും ഒരു ബ്ലർബിൽ വിവരിക്കുന്നു. ഒരു ബ്ലർബ് നാം തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തേണ്ട മറ്റു ചില കാര്യങ്ങളാണ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ ഓതർ, എഴുത്തുകാരനെ കുറിച്ചുള്ള വിവരണങ്ങൾ, പബ്ലിഷർ, പ്രസാധകരെ കുറിച്ചുള്ള വിവരണങ്ങൾ, ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക്, ഈ ഒരു പുസ്തകത്തിലൂടെ വിവരിക്കുന്ന കഥയുടെ ചെറിയൊരു സമ്മറി, ദെൻ ഇയർ ഓഫ് പബ്ലിഷിംഗ്, ഏത് വർഷമാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ദെൻ പ്രൈസ് ഓഫ് ദ ബുക്ക് എറ്റ്സെട്ര, ഈ ഒരു പുസ്തകത്തിൻ്റെ വില തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊരു ബ്ലർബിൽ ഉൾപ്പെടുത്താം. ചുരുക്കി പറഞ്ഞാൽ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, അതായത് ഒരു വിവരണമാണ് ഒരു ബ്ലർബ്. ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ, അതായത് പുറംചട്ടയിലായിരിക്കും ആ ഒരു പുസ്തകത്തിൻ്റെ ബ്ലർബ് ഉണ്ടായിരിക്കുക. വായനക്കാരനെ ഈ ഒരു പുസ്തകം വായിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വാങ്ങിപ്പിക്കുന്നതിനുമുള്ള ഒരു ടൂളാണ് ഒരു ബ്ലർബ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള ഭാഷയായിരിക്കും ഒരു ബ്ലർബിൽ നാം ഉപയോഗിക്കുക. ഇത്രയും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അഷപൂർണ ദേബിയുടെ മാച്ച് ബോക്സ് എന്ന കഥയുടെ ബ്ലർബ് നമുക്ക് തയ്യാറാക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ ടൈറ്റിൽ എഴുതാം മാച്ച് ബോക്സ്, ദെൻ റൈറ്ററുടെ പേര് അഷപൂർണ ദേബി. ദെൻ ഇനി നമുക്ക് മാച്ച് ബോക്സ് എന്ന കഥയുടെ വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറി എഴുതാം. മാച്ച് ബോക്സ് ഈസ് എ സ്റ്റോറി അഗെയിൻസ്റ്റ് ദ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ലിംഗവിവേചനത്തിനെതിരെയുള്ള ഒരു കഥയാണ് മാച്ച് ബോക്സ്.
ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ. വിവാഹം കഴിഞ്ഞ ദമ്പതികളുടെ കഥയാണിത്. ദേ ലിവ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. അവർ ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ഡസൻറ്റ് റെസ്പെക്ട് വൈഫ്സ് പ്രൈവസി ആൻഡ് റൈറ്റ്സ്. ഇവിടെ ഭർത്താവ് ഭാര്യയുടെ സ്വകാര്യതയും അതുപോലെ തന്നെ അവകാശങ്ങളെയും ബഹുമാനിക്കുന്നില്ല. വൈഫ് ഈസ് എ സ്ട്രോങ് മൈൻഡഡ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് വുമൺ. ഭാര്യയാണെങ്കിൽ വളരെ സ്ട്രോങ് മൈൻഡഡും അതുപോലെ തന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഷീ വാണ്ട്സ് ഹെർ പ്രൈവസി ആൻഡ് റൈറ്റ്സ് ടു ബി റെസ്പെക്റ്റഡ്. അവളുടെ ആവശ്യം അവളുടെ സ്വകാര്യതയും അവളുടെ അവകാശങ്ങളും ബഹുമാനിക്കപ്പെടണം എന്നുള്ളതാണ്. ദ സ്റ്റോറി ടെൽസ് ഹൗ ദ വൈഫ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വിത്തിൻ ദ ഫോർ വാൾസ് ഓഫ് ഹർ റൂം. ഈ ഒരു കഥ പറയുന്നത് എങ്ങനെയാണ് ഒരു ഭാര്യ ലിംഗവിവേചനത്തിനെതിരെ അവളുടെ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ വെച്ച് പ്രതിഷേധിക്കുന്നത് എന്നതാണ് ഈ ഒരു കഥ പറയുന്നത്. നൊമിത, ദ മേജർ ക്യാരക്ടർ, ഈസ് ആൻ അൺകോമൺ വുമൺ ഹു ഡെയർഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ലിംഗവിവേചനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ധൈര്യം കാണിച്ച അസാധാരണമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നൊമിത. ദ സ്റ്റോറി റിവീൽസ് ദ ഹിഡൻ പവർ ഓഫ് എ വുമൺ. ഒരു സ്ത്രീയുടെ മറഞ്ഞിരിക്കുന്ന ശക്തിയെയാണ് ഈ ഒരു കഥ വെളിപ്പെടുത്തുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എഴുത്തുകാരിയെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. ആശാപൂർണ ദേവി, എ ഫേമസ് ബംഗാളി നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. ഷി ഹാസ് ഗോട്ട് എ നമ്പർ ഓഫ് അവാർഡ്സ് ആൻഡ് പ്രൈസസ് ഫോർ ഹെർ ഗ്രേറ്റ് വർക്ക്സ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ റൈറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ലിംഗവിവേചനത്തിനെതിരെയുള്ള എഴുത്തുകളുടെ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ഹെർ റൈറ്റിംഗ്സ് മാർക്ക് എ ഫേം പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇനീക്വാളിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് റൂട്ടഡ് ഇൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അവരുടെ മിക്ക രചനകളും ലിംഗവിവേചനത്തിൽ വേരൂന്നിയ അസമത്വത്തിനും അനീതിക്കുമെതിരായ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈറ്ററുടെ, ഈ ഒരു എഴുത്തുകാരുടെ മറ്റു ചില കൃതികളുടെ പേരും ഉൾപ്പെടുത്താം. ദ അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് ദ ഓതർ. എഴുത്തുകാരിയുടെ മറ്റു ശ്രദ്ധേയമായിട്ടുള്ള കൃതികൾ: പ്രഥം പ്രതിശ്രുതി, സുവർണലത, ബാക്കുൽ കഥ. എഴുത്തുകാരിയുടെ മറ്റു ശ്രദ്ധേയമായിട്ടുള്ള കൃതികളുടെ പേരാണിവ. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു രീതിയിൽ നമുക്ക് മാച്ച് ബോക്സ് എന്ന കഥയുടെ ബ്ലർബ് തയ്യാറാക്കാം. ഇനി അവസാന ബ്ലർബിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന മറ്റു ചില പോയിന്റുകളാണ് പബ്ലിഷേഴ്സ്, നെയിം ഓഫ് പബ്ലിഷേഴ്സ്, പ്രസാധകരുടെ പേര്. ഓക്കെ, നമുക്ക് എഴുതാം എക്സൽ പബ്ലിഷേഴ്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24-25 പേജുകളിൽ തന്നിരിക്കുന്ന സൂചനകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബ്ലർബ്, മാച്ച് ബോക്സ് എന്ന ഈ ഒരു കഥയുടെ ബ്ലർബ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബ്ലർബ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട നമ്മുടെ ചോദ്യ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു ബ്ലർബ് നാം തയ്യാറാക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ സൂചനകളായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബ്ലർബ് നാം തയ്യാറാക്കുക. ഓക്കെ, ഒരു ബ്ലർബ് നാം തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ ഷീറ്റിൽ ഒരു ബോക്സിനകത്തായിരിക്കണം നമ്മുടെ ബ്ലർബ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ബ്ലർബ് എഴുതിയതിന് ശേഷം നാം ഒരു കംപ്ലീറ്റ് ഒരു ബോക്സ് വരച്ചിട്ടുണ്ടായിരിക്കണം.